ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ തോരനായിട്ടോ അല്ലെങ്കിൽ ടീ ടൈം സ്നാക്കായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെറുപയറിൻ്റെ ഡിഷാണ്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ എൻ്റേതായ മെത്തേഡിൽ ഞാൻ പറയാം. ഇന്ന് തോരനുള്ള വെജിറ്റബിൾസ് ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുപയർ കൊണ്ട് ഒരു തോരൻ ചെയ്യാമെന്ന്. ഒന്ന് നന്നായി വാഷ് ചെയ്ത ശേഷം 2 കപ്പ് വെള്ളവും ഒഴിച്ചു, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ഉപ്പും ചേർത്തു. ഒരു ഇത്തിരി ഉപ്പ് വേണ്ടി വരുള്ളൂ, വേണമെങ്കിൽ ചേർക്കാം. സാധാരണ ചെറുപയർ വേവിക്കുമ്പോൾ ആദ്യം ഉപ്പ് ചേർക്കാറില്ല. ഇതെനിക്ക് അധികം ഉടയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർത്തത്. 2 വിസിലുകൊണ്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചില്ലി ഫ്ലേക്സ് റെഡിയാക്കാൻ പോവാണ്. വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. 2 സെക്കൻഡ് കൊണ്ട് ആവശ്യത്തിലേറെ ചില്ലി ഫ്ലേക്സ് റെഡി. ഇനി തോരന് വേണ്ടി ഒരു 5-8 കുഞ്ഞുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരെല്ലിട്ട് ചതക്കിയെടുത്താലും മതി. മിക്സിയിലാകുമ്പോഴേ ഇതുപോലെ 2 സെക്കൻഡേ വേണ്ടുള്ളൂ. പിന്നെ ഞാൻ ആ മുളക് ക്രഷ് ചെയ്തതിൻ്റെ അതേ ബോളിൽ തന്നെ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സിമ്പിൾ പ്രിപ്പറേഷൻ തുടങ്ങാം. ചേർക്കുന്ന വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അത് ചൂടായപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച് കുഞ്ഞുള്ളിയും ലാസ്റ്റിലോട്ട് നമ്മൾ മുളക് ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങൾക്ക് എരിവ് വേണ്ടപ്പോൾ ചേർക്കാം. ആസ്തമയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സൗണ്ട് ഇത്തിരി ക്രാക്കിയാണ്, സോറി. ചില്ലി ഫ്ലേക്സും കൂടി മൂത്ത് വന്ന ശേഷം ഞാൻ വേവിച്ച് വെച്ച് ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. നമുക്ക് ഊണിൻ്റെ ഒപ്പം എടുക്കാം, കഞ്ഞിയുടെ കൂടെയും കഴിക്കാം, അല്ലാതെ ചായക്കും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.